പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിവ് ടാഗ് സ്പാൻ ടാഗിനെ കുറിച്ച് നോക്കിയാണ്. ഈ രണ്ട് ടാഗ് മെയിൻ ആയിട്ട് കണ്ടന്റ് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ HTML സെമാന്റിക് എലമെന്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഈ എലമെന്റ്സ് യൂസ് ചെയ്ത് നമുക്കൊരു HTMLന് ഒരു സ്ട്രക്ചേർഡ് ലേ ഔട്ട് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ലേ ഔട്ട് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. സെമാന്റിക് എന്ന് പറഞ്ഞ വേർഡ് മീനിങ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഫുൾ. അപ്പോൾ ഒരു പേജിന്റെ സ്ട്രക്ചർ നന്നായി കൺവിൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് HTML സെമാന്റിക് എലമെന്റ്സ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെമാന്റിക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹെഡർ ടാഗ് ആണ്. നമ്മളെ ഹെഡിങ്, നാവിഗേഷൻ ബാറിന്റെ ലിങ്ക് എല്ലാം കൊടുക്കുന്നത് ഹെഡർ ടാഗിന്റെ അകത്തായിരിക്കും. പിന്നെ വരുന്നതാണ് നേവ് ടാഗ്. നമ്മൾ ആങ്കർ ടാഗ്സ് എല്ലാം ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെബ്സൈറ്റിന്റെ അകത്ത് പൊതുവെ കാണുന്നുണ്ട് ടോപ്പ് നോച്ചിന്റെ അകത്ത് ലിങ്കുകളുള്ളത് ഓരോ പേജിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പോണ നാവിഗേഷൻ ബാർ. അപ്പൊ ഒന്ന് ഹെഡർ, ഒന്ന് നാവിഗേഷൻ ബാർ, പിന്നെ മെയിൻ ടാഗ്. മെയിൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് കോഡ് എഴുതുന്നത് നമ്മൾ ഏതിലായിരിക്കും? മെയിൻ ടാഗിലുള്ളതായിരിക്കും. പിന്നെ സെക്ഷൻ ടാഗ് ഉണ്ട്. നമുക്ക് പേജിനെ ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇതൊരു സെക്ഷൻ, അടുത്തൊരു സെക്ഷൻ. നമുക്ക് ഇതേപോലെ ഹെഡ് സെക്ഷൻ, ബോഡി സെക്ഷൻ, ഇങ്ങനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഓരോ സെക്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് സെക്ഷൻ ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. ഈ ടാഗിന്റെ അകത്ത് നമ്മൾ പൊതുവെ ബ്ലോഗ് പോസ്റ്റ്, ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെയാണ് എഴുതുന്നത്. പിന്നെ ഏറ്റവും അവസാനം വരുന്നതാണ് ഫൂട്ടർ. പിന്നെ ചില സമയത്ത് നമ്മൾ ഈ ഫിഗർ ടാഗ് യൂസ് ചെയ്യും. ഫിഗർ ടാഗ് മെയിൻ ആയിട്ട് ഇമേജിന്റെ ക്യാപ്ഷനെയും കൂടി ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിഗർ ടാഗ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഇമേജ് ടാഗും കാണും, അത് കണക്ക് തന്നെ ഒരു ഫിഗർ ക്യാപ്ചർ എന്ന് പറഞ്ഞ ടാഗും കാണും. ആ ഫിഗറിന്റെ ഒരു ക്യാപ്ചറും കൂടി കൊടുക്കാൻ വേണ്ടി, ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന HTML സെമാന്റിക് എലമെന്റ്സ്. അപ്പൊ നമ്മൾ ലേ ഔട്ട് എടുക്കണമെങ്കിൽ, ക്രിയേറ്റ് ലേ ഔട്ട് എടുക്കണമെങ്കിൽ ബോഡി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹെഡർ. ഹെഡറിന്റെ അകത്താണ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നേവ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്താണ് നമ്മൾ പൊതുവെ നാവിഗേഷൻ ബാറിന്റെ ലിങ്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഹോം, എബൌട്ട് പേജ്, കോണ്ടാക്ട്, അങ്ങനെയൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് ഹെഡറിനകത്താണ്. നമുക്ക് ലോഗോ, ഒരു കമ്പനിക്ക് ലോഗോ കൊടുക്കുന്നത് എല്ലാം ഇവിടെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. കോണ്ടാക്ട് ആണ്. അതേപോലെ പിന്നെ ഗാലറി എല്ലാം കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹെഡർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വരുന്ന മെയിൻ ടാഗ് ആണ് മെയിൻ ടാഗ്. ഇവിടെയാണ് റെസ്റ്റ് ഓഫ് നമ്മളെ പേജിന്റെ ബാക്കി എന്തൊക്കെ ഡിഫൈൻ ചെയ്ത് കാണിക്കണോ അത് നമുക്ക് രണ്ടായിട്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഓരോ സെക്ഷൻ ആയിട്ട് ചെയ്ത് പോകും. സെക്ഷൻ ആയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വെബ്സൈറ്റിന് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ഡിവ് യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും നല്ലത് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. സെക്ഷൻ ഉള്ളിൽ എന്ത് ചെയ്യണം? ഡിവ് ടാഗ് ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. സെക്ഷൻ ടാഗ് ഇതേപോലെ ഡിവ്, ഡിവിഷൻ 1 എന്നാ അങ്ങനെ വല്ലതും കൊടുക്കാം. അത് കണക്ക് ഡിവ് ഡിവിഷൻ 2. ഈ സെക്ഷൻ ടാഗിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ആർട്ടിക്കിൾസ് എന്ന ടാഗ് കൊടുക്കാൻ പറ്റും. ആർട്ടിക്കിളിനകത്ത് നമുക്ക് എനിക്ക് കൊടുക്കാം ന്യൂസ് ആർട്ടിക്കിൾ. പാരഗ്രാഫിനകത്ത് ദിസ് ഈസ് എ ടെസ്റ്റ് ടാഗ്. ഓക്കെ, പിന്നെ ഏറ്റവും മെയിൻ കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വരുന്നതാണ് നമ്മളെ ഫൂട്ടർ ടാഗ്. ഫൂട്ടറിന്റെ അതാണ് പൊതുവെ നമ്മൾ ഈ കോപ്പി റൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതുന്നത്. അപ്പൊ അതിനുവേണ്ടി ആംപർസെന്റ് കോപ്പി വെബ്സൈറ്റ് ഈസ് ബിൽഡ് ബൈ. ഓക്കെ, സെമാന്റിക് ടാഗ്സ് ഇത്രയേ ഉള്ളു. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ HTML സെമാന്റിക് എലമെന്റ്സ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഡിവും സ്പാൻ ടാഗും യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതൊരു പ്രോപ്പർ ആയിട്ടൊരു മീനിങ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ റീഡബിലിറ്റി ബ്രൗസറിൽ കൊടുക്കത്തില്ല. അപ്പൊ ഇതേപോലെ ഓരോ ടാഗും ഗ്രൂപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കത്തും. ഇത് ഇന്ന സെക്ഷനിൽ വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇന്ന കാര്യമായിരിക്കും വരുന്നത്. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ സെമാന്റിക് ടാഗ്സ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സെമാന്റിക് എലമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ SEO ഫ്രണ്ട്ലി ആയിരിക്കും. മീൻസ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മളെ വെബ്സൈറ്റ് വരും. പെട്ടെന്ന് ബ്രൗസർ എന്ത് ചെയ്യും? ലോഡ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യും. ഡിവിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ബ്രൗസറിന് ലോഡ് ചെയ്തെടുക്കാനുള്ള
താമസവും കൂടി വരും. ഇപ്പൊ SEO ഫ്രണ്ട്ലി ആയിരിക്കും, കോഡ് റീഡബിലിറ്റി ആയിരിക്കും, ബെറ്റർ മെയിൻ്റെനൻസ് ആയിരിക്കും. കോഡ് ഈസിയായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് മിക്കതും ഡിവിലാണ് നമ്മൾ ഇതിനൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഏത് ഡിവിലൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പൊ ഇതേപോലെ ഓരോ സെക്ഷൻ വെച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ കാറ്റഗറി ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് ചെയ്യുമ്പോഴും മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ സെമാന്റിക് എലമെന്റ്സ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ലേഔട്ട് എലമെന്റ്സ് എന്നും പറയാം.